ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കല്യാണം കൊണ്ട് നമുക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്കൊരു അവാർഡ് ഉണ്ടായിരുന്നത്. അതെ, ഗാല നൈറ്റിൻ്റെ ഒരു ക്രിയേറ്റർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ വരാൻ പറ്റിയത്. അപ്പോൾ ഇത് വന്നേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ഇവരോട് പറയാനുണ്ട്. കാരണം നമ്മൾ ദുബായിൽ പോയില്ലായിരുന്നു. ഞങ്ങൾ ദുബായിൽ പോയി ആ ഒരു പ്രശ്നം വന്നപ്പോൾ ചെറിയൊരു നമുക്ക് ആ കരയണ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടേണ്ടി വന്നു. ആ ഇടേണ്ടി വന്നപ്പോൾ ഞങ്ങളത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു ടൈം ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ വീട്, അതായത് തേവക്കിൽ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ളവർ വന്നിട്ട് എൻ്റെ അമ്മച്ചീനെ കളിയാക്കിയൊക്കെ ചെയ്തു. നിൻ്റെ യൂട്യൂബ് മോൻ ഇരുന്ന് കരയണ കണ്ടാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് കാണിച്ച ഇങ്ങനെയൊക്കെ ഇരുന്ന് കരയണൊക്കെ കാണിച്ച് ഇങ്ങനെ കരഞ്ഞെന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചിനും പപ്പനൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു അവാർഡൊക്കെ അവർക്ക് കിട്ടിയേക്കണ ഒരു മറുപടിയാണ്. പക്ഷെ അത് കൂടാതെ നല്ലൊരു മറുപടി ദൈവമായിട്ട് തന്നെ ആൾക്ക് കൊടുത്ത്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കത് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത്. അപ്പോൾ കരച്ചിൽ മാത്രമുള്ള സന്തോഷവും ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ. അപ്പം അതും കൂടി കണ്ടിട്ട് എൻ്റെ അമ്മച്ചിയോട് അവർ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറയണത് നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കരച്ചിൽ മാത്രമല്ലല്ലോ കാണാനുള്ളത്. അപ്പം അതെന്തായാലും അതങ്ങനെ കിട്ടും. അപ്പം ഈ ഒരു സമയം എനിക്കത് പറയണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം കൊണ്ട് നമുക്കങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു. നമുക്ക് എറണാകുളം ഗോകുലം പാർക്ക് അവിടെ വെച്ചിട്ടായിരുന്നു അവാർഡ്. അവിടെ കുറേ യൂട്യൂബേഴ്സും പിന്നെ അതുപോലെ ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യണവരും കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഈ തവണ എന്ന് പറയുന്നത് കുറേ പുതിയ ക്രിയേറ്റീവ്സ് ആയിരുന്നു അല്ലേ? ഈ പ്രാവശ്യം കൂടുതലും ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സിനായിട്ട് അവർ വിളിച്ചത്. അപ്പം അത് കാരണം യൂട്യൂബിൽ നമുക്കറിയാവുന്ന കുറച്ച് പേരെയൊക്കെ ഉണ്ടായുള്ളു. സനുപ്രിയ ഉണ്ടായിരുന്നു, വിവേക് വീണ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും എല്ലാവരും ഫേസ്ബുക്കിലാണ് കൂടുതലും സ്റ്റാർട്ട് ചെയ്തവര്. വളരെ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ അല്ലേ? അത് കാരണം നമുക്ക് പുതിയ പുതിയ കുറെ മുഖങ്ങൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കൂടുതലായിട്ട് ഷോക്ക് ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ് നമ്മൾ ചെന്നിറങ്ങിയപ്പോ തന്നെ കണ്ടത്? ഇത് അഞ്ജലിയൊക്കെ അവരും ഉണ്ടായിരുന്നിട്ട് അവർക്കും ഞങ്ങൾ. അപ്പം നമ്മൾ സത്യത്തിൽ നമ്മളെന്താന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ അങ്ങനെയാണ് അവരോട് മിണ്ടണം. അവർക്കും വിചാരം അത് തന്നെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം പറയും ഇത്രയും സിമ്പിൾ ആയിരുന്നു നിങ്ങളെന്നൊക്കെ ചോദിക്കും. അപ്പം അതും നല്ലൊരു സന്തോഷം. പിന്നെ നമുക്ക് അവാർഡ് തന്നതായിരുന്നു നമുക്ക് പ്രിയങ്ക എന്ന് പറയുന്ന നടിയെ നമ്മുടെ മനാർമത്തയിൽ അതൊക്കെ പറഞ്ഞാലേ കത്തുള്ളൂ. മനാർമത്തയിലെ നാടക നടി അങ്ങനെ പറയണം. പിന്നെ അതേപോലെ തന്നെ മറ്റേ സിനിമയിൽ ഏതാണ് അമ്മ അതിനകത്തെ സീനുകളൊക്കെയാണ് കൂടുതലും ഇതായിട്ട്. പിന്നെ അതേപോലെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ മേടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അതുപോലെ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ലക്ഷറി ഫുഡ് തന്നെ ആയിരുന്നു. പിന്നെ കഴിക്കാൻ പറ്റാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഡയറ്റും ബിനീഷ കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പിന്നെ സാധനം 2 പ്ലേറ്റ് ഒക്കെ വെച്ച് നല്ല അടാട്ടായിരുന്നു അല്ലേ? പക്ഷെ കാര്യം സനു ഉണ്ടെങ്കിൽ നല്ല എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കോട്ടെ. അവര് കോഴിക്കോട് നിന്ന് വിജയം വന്നില്ലേ? ഞാൻ വന്നോണ്ടിരിക്കണേ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തായി ഞങ്ങള് തൃശ്ശൂർ നിങ്ങൾ അപ്പത്തേക്ക് ഞങ്ങളും തൃശ്ശൂരായി. നമ്മള് 3-4ാമത്തെ അവാർഡിലും എല്ലാത്തിലും അവരുണ്ട്. അവരായിട്ട് എപ്പോഴും ഒരെണ്ണത്തിലുണ്ടായില്ല, അങ്കമാലിയിലുണ്ടായില്ല. അവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്ന അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവട്ടെ എന്തൊക്കെയായാലും. അന്നാണ് നീ കഴിച്ചതിന് ഊരി എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ അത് അവരായിട്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു കൂട്ടാണ് ഞങ്ങൾ. നമുക്ക് നല്ലത് വന്നാലും മോശം വന്നാലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. കുറെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും അങ്ങനെ കുറെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാത്തിനും നമുക്ക് മറ്റുള്ളവരെ പോലെ ഇവരും ഓടി വരുവോട്ടെ. ഉള്ളൊരു ഫാമിലിയാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു കല്യാണം ഉള്ളത്. നമ്മുടെ ജഫ്നയുടെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. കൊള്ളാം, നല്ല
ഗ്രാൻഡ് ആയിട്ട് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അജുവിന്റെ അവിടെ പോകാൻ വേണ്ടി പറ്റിയില്ല നമുക്ക്. കാരണം വേറെ ഒന്നുമില്ല, ബിനീഷ് കണ്ടത് കഴുത്തിൽ ഇത് കണ്ടില്ല, ഇപ്പൊ മാറി വന്നു. ഇപ്പൊ ചെറിയൊരു പാട്, ഇനി അത് സ്കിൻ ഇനി അത് റെഡിയായാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബിനീഷൊക്കെ അധികം ചൂട് കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും മാലയൊക്കെ വെറുതെ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ, പിന്നെ ഉരുക്കും എന്ന് വെച്ചാൽ പിന്നെ ഒരഞ്ഞിതാവണ്ടല്ല എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ അന്ന് കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് വേറെ ഒന്നുമല്ല, ബിനീഷൊക്കെ അധികം ചൂട് കൊള്ളാൻ പാടില്ല. അതേ നമ്മുടെ ജാമ്പയ്ക്കൊക്കെ വീഴും, ചൂടധികം കൊള്ളാൻ പാടില്ലാത്ത ഞങ്ങൾ പെട്ടെന്ന് പോന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബിനീഷിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ നീനയുടെ വീട്ടിൽ പോയി. അവിടെ കുർബാന കൊള്ളപ്പാടായിരുന്നു പൊന്നൂൻ്റെ. പൊന്നൂന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് പൊന്നൂനെ ഞങ്ങൾ വൈകുന്നേരം നൈറ്റ് കണ്ടത്. ഒരു മാസം മുമ്പേ ജെഫ്നയുടെ ഡാഡി ഫാമിലി എല്ലാവരും നമ്മളെ വിളിച്ചു. ഒരു മാസം ഇല്ല, ഡേറ്റ് ഓൾറെഡി നേരെ ബുക്ക്. മറ്റേ ഇത് കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞേക്കണേണ്. പിന്നെ ഫെനിയക്കും ഭയങ്കര സങ്കടമായി, നമ്മൾ തലേദിവസം ചെല്ലാത്ത. പിന്നെ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി അവർക്ക്. അവിടെയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല. കൊച്ചിക്കാരുടെ ബിരിയാണി പിന്നെ പറയണ്ടല്ലോ, നല്ല പോളി ബിരിയാണി ആയിരിക്കും, നല്ലൊരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ 2 ഫംഗ്ഷനും കഴിഞ്ഞിതേ ഞങ്ങള് ഇന്ന് ഇവിടെ വീട്ടിൽ വന്നിട്ടാ. വീട്ടിൽ വന്നപ്പോ രാത്രി എത്ര മണി? 12 മണി. അതെ, നമുക്ക് കിട്ടിയേക്കണ അവാർഡുകളൊക്കെ ഇടില്ലേ, ഈ പ്രാവശ്യം കിട്ടിയത് നമ്മൾ എന്തായാലും കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക്. അവിടെ ബിനീഷ് എടുത്തിട്ടുണ്ട്, നല്ല കുഴപ്പമില്ല, നല്ല അടിപൊളിയൊരു അവാർഡായിരുന്നു. വരുന്നുണ്ട്, അതും പിടിച്ചോണ്ടാണ് വരേണ്ടത്. ഇതാണ് നമുക്ക് കിട്ടിയത്, ഈ പ്രാവശ്യം കിട്ടിയത് കേട്ടോ, മാഗ്നറ്റോ മീഡിയയുടെ. പക്ഷെ ബിനീഷ് ഉണ്ട് ഇതിൽ വൈറ്റ് ഡ്രസ്സിന്റെ ആണ് നമ്മൾ ഫോട്ടോ എടുത്തത്. കാരണം എന്താ വൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ കുഴപ്പമില്ല, കണ്ട ഷെയ്ഡ് വന്നിട്ടുണ്ട്, എല്ലാവരും ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷെ സാനുപ്രിയയുടെ അവള് വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും സെയിം ആയിപ്പോയത്, ഈ കളർ സെയിം ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. അപ്പൊ പിന്നെ അതുപോലെ ഈ പ്രാവശ്യം അവാർഡിന് കുറച്ച് പേര് കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കൂടുതലായിരുന്നു. ഈ പ്രാവശ്യം വളരെ കുറവ് പേരെ എടുത്തേന്ന് പറയണ്ടായിരുന്നല്ലോ, കുറച്ച് പേര് മാത്രം നമ്മള് സെലക്റ്റീവ് ആയിട്ട് എടുത്തതായിരുന്നു. പിന്നെ അതുപോലെ ആതിരേന ഈ കണ്ടസ്റ്റ് ചെയ്ത ആതിരേനെ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. ഒറ്റക്ക് 26 വയസ്സേ ഉള്ളു ആൾക്ക്, ഒറ്റക്ക് ആള് ഓടി നടന്ന എല്ലാ പരിപാടിയും ചെയ്തു. അതെ, അത് അടിപൊളിയായിരുന്നു. പിന്നെ അവളോടും ഞങ്ങൾ പോരാൻ നേരത്ത് എന്താ പറയാ, ഞങ്ങള് താങ്ക് യു കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ചേട്ടാ എന്നെയും മറക്കരുത്, ഓർമ്മ വേണം എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുപോലെ വളരെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ ജിബിയും കൊച്ചൊക്കെ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്ന് കറങ്ങും. അത് ഇവിടെ വന്നിട്ടാണ് അവരിപ്പോ വർക്കിന് പോണത്. അപ്പൊ ഇവിടെ വരും. ഇന്നൊന്ന് സിനിമക്ക് പോണോന്നൊക്കെ ഉണ്ട്, പ്ലാൻ ഉണ്ട്. പക്ഷെ കൊച്ചി പല്ലിന്റെ എന്തോ ശരിയാക്കാൻ വേണ്ടി പോയത്. അപ്പൊ അല്ല, എന്നോട് പറഞ്ഞു ടിക്കറ്റ് കിട്ടോ ഇല്ലെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും നോക്കണം. പിന്നെ അതുമല്ല, കുറച്ച് ദിവസമായി നമ്മുടെ അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് 2 ആഴ്ചയായിട്ട് ഞങ്ങൾ 2 ആഴ്ച മേലായി ഞങ്ങൾക്ക് തിരക്കായി പോട്ടെ. പപ്പയുടെ അമ്മച്ചിയുടെ അടുത്തൊന്ന് പോകണം. പ്രശ്നം വന്നുകൊണ്ടാണ് ഞങ്ങൾ പോകാൻ പറ്റാതിരുന്നത്. പറ്റുമെങ്കിൽ ബുധനാഴ്ചത്തെ കോച്ചിങ് കഴിഞ്ഞിട്ട്, നാളത്തെ കോച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ നോക്കട്ടെ എങ്ങനെയെന്ന് നോക്കിയിട്ട് അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാൻ. അപ്പൊ ഡോക്ടറെ കണ്ട് സമാധാനത്തിൽ എന്താണെന്നുള്ള. അമ്മച്ചിക്കും ടെൻഷനാണ്, എന്ത് പറ്റി കഴുത്തിന്, കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല. എല്ലാ ദിവസവും വിളിച്ചിട്ട് ഫോൺ എടുക്കുമ്പോ പറയണ ചോദ്യമാണ്, അവളുടെ കഴുത്തിന് എങ്ങനെയുണ്ട് അല്ലേ. എടുക്കുമ്പോ തന്നെ ഹലോ പറയണ്ട, അതിന് മുമ്പേ അമ്മച്ചി പറയണ ഡയലോഗാണ്, അവളുടെ കഴുത്തിന് എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പൊ ഇതൊക്കെ അവസ്ഥകള് അല്ലേ. അപ്പൊ അതെ, നമുക്ക് കിട്ടിയ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി. കഴിഞ്ഞ കൊല്ലത്തെ കൊണ്ട് അമ്മച്ചിനെ നേരിട്ട് കൊണ്ടേ കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ പ്രശ്നം പറ്റിയില്ല, കൊറേ ലേറ്റ് ആയിപ്പോയി, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. പിന്നെ അതുപോലെ അമ്മച്ചി വിളിച്ച്, എടാ മൈസൂർ പാക്ക് ഉണ്ട്, നീ വന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അമ്മച്ചി മൈസൂർ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറയുന്നത്. അപ്പം അത് മേടിക്കാനും പോകാൻ പറ്റിയില്ല. വേറെ ഒന്നുമില്ല, കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി ഭയങ്കര തിരക്കായി പോയി. അങ്ങനെ എടപ്പള്ളി പോണം. അപ്പൊ അമ്മച്ചിനെ കൊണ്ടൊന്ന് പോണമെന്നുണ്ട്. അമ്മച്ചേരും പപ്പേനൊന്ന് പള്ളിയിൽ കൊണ്ടുപോകണം. അങ്ങനെ പരിപാടി. ഇന്നലെ നൈറ്റ് കുറേ നാൾ കൂടി ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ രാത്രിത്തെ മഴയുടെ അടിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ടത് അതൊക്കെ ജാമ്പക്ക ഉണ്ടോ, ജാമ്പക്ക എല്ലാം താഴെ കൊഴിഞ്ഞങ്ങനെ വീണു. അപ്പൊ അതങ്ങനെ
കല്യാണത്തിന് പോയ അന്നത്തെ ദിവസത്തെയും ഉണ്ട് ഇന്നലത്തെ ഇന്നലെ ഞാനെല്ലാം ഏകദേശം ഒക്കെ കൊഴിഞ്ഞ് ഇപ്പൊ തീർന്ന് ഇനി ഒന്നുമില്ല. ഏകദേശം 15-20 എണ്ണമൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ടാറ്റാ.